ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് കാഷ്വലായിട്ട് വീട്ടിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാണ്ട്, അപ്പം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് മുകളിലേക്ക് വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒരു ഇൻട്രോ ഒക്കെ കൊടുത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു സ്കിൻ ഓയിലാണ്. അതായത് ഈ ഒരു ഹെർബ് എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിലേക്ക് അത് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്, ബോഡിയിൽ ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഡൾനെസ്, ടാൻ, ഈ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഇത് ഒരു ബ്രൈറ്റനിങ് ഒരു മേഖലയിൽ ഉപയോഗിക്കുന്നതാണെന്ന് പറയാം. അപ്പോൾ ഇതൊരു വെളുത്തിട്ട് പാറാന്നല്ല കേട്ടോ ഉദ്ദേശിക്കണേ. ഞാനിത് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുക, അതായത് നമുക്കൊരു ചർമ്മകാന്തി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആയുർവേദ രീതിയിൽ അല്ലെങ്കിൽ ഹെർബ രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് നമ്മുടെ സ്കിന്നൊന്ന് ടാനൊക്കെ മാറി നമുക്ക് നാച്ചുറലായിട്ടൊരു ബ്രൈറ്റനിങ്, അതായത് നമ്മുടെ സ്കിന്ന് ഒന്ന് ഡള്ളായിട്ട് ഇരിക്കണമെങ്കിൽ അതിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ കൊടുത്ത് ആക്റ്റീവ് ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞധികം വലിച്ചു നീട്ടുന്നില്ല. ഇത് നമുക്ക് കുട്ടികൾക്ക് തുടങ്ങിയിട്ട് നമുക്ക് ടീനേജ് കുട്ടികൾക്ക്, അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കുട്ടികൾക്ക് തുടങ്ങി യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. പിന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ കുറേ അധികം ഇൻഗ്രീഡിയൻറ്റ് വേണ്ട, ഈ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. ഈ ഇൻഗ്രീഡിയൻറ്റ് പല വിധത്തിലുള്ള കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിൽ മെയിൻ ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഉണ്ട് കേട്ടോ. അതായത് സ്കിൻ ക്ലിയർ ആവാൻ, നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനായിട്ട്. പിന്നെ ഇത് വേറൊരു കാര്യം, ഫേസിൽ യൂസ് ചെയ്യണത് നിങ്ങളുടെ റിസ്കിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇത് നമ്മൾ എണ്ണ ഓയിൽ, അതായത് സ്കിൻ ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നിങ്ങൾക്ക് ഫേസിൽ ചിലർക്ക് ഓയിൽ തൊട്ട കുരു വരുന്ന ടൈപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതൊരു ബോഡി ഓയിലായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണത്. നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങൾക്ക് ചിലർക്ക് ഓയിലൊന്നും ഒരു പ്രശ്നമില്ലാത്തവരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് നീട്ടണില്ല, നമുക്ക് എന്തായാലും നോക്കാട്ടോ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കിയത്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്കിൻ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള അതായത് ഒക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഈ ഒരു കഷ്ണം മാത്രം ഞാൻ മാറ്റി വെച്ചത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഇരട്ടി മധുരമാണ്, എല്ലാവർക്കും അറിയണതാണ്. ഒട്ടുമിക്ക പേർക്കും ഒരു ലിക്വറൈസ് ഫ്രൂട്ട്, അതായത് ഇരട്ടി മധുരം. ഞാനിവിടെ 100 ഗ്രാം ഇരട്ടി മധുരം മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പീസ് ആയതുകൊണ്ട് പിന്നെ ചതയ്ക്കാൻ പോയിട്ടില്ല കേട്ടോ. ഇതിന്റെ ഗുണങ്ങൾ സ്കിന്ന് ബ്രൈറ്റ് ആക്കും, ഈവൻ ടോൺ ആക്കും, നമ്മുടെ സ്കാർസിനെ ഫെയ്ഡ് ചെയ്യും, ഓൾസോ ഡാർക്ക് സ്പോട്ടിനെയും. അപ്പൊ ഞാനിവിടെ 100 ഗ്രാം ഇരട്ടി മധുരം വാങ്ങിച്ചിട്ട് അതിൽ ആവശ്യത്തിന് നല്ല വെള്ളം, അതായത് ഒന്ന് കഴുകിയിട്ട് പിന്നെ ഞാനത് നല്ല വെള്ളത്തിൽ കണ്ടില്ലേ, വെള്ളത്തിന്റെ കളർ നല്ലൊരു ഡാർക്ക് ഒരു റെഡ് അല്ല ഡാർക്ക് യെല്ലോ മാതിരി ആയിട്ട് തലേദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഇരട്ടി മധുരത്തിന്റെ പീസൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞെങ്ങണ മാതിരി അത്രയും സോക്കായിട്ട് എടുക്കണേ. ഇനി നമ്മളൊരു അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ ഒരു പാനോ എടുക്കുക. എന്നിട്ട് ഈ വെള്ളടക്കനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്യും, അതുപോലെ നല്ല മോയ്സ്ചറൈസ് ആൻഡ് ഹൈഡ്രേഷൻ ചെയ്യും. ഇത് നേരെ ഈ ഒരു കഷായം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ആദ്യം ഒന്ന് തീ കൂട്ടിയിട്ട് തള വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കുക. നല്ല രീതിക്ക് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും എസ്പെഷ്യലി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇനി കാണുന്നത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ തിളച്ച് ഇത് ഏകദേശം നമ്മൾ ഇതില് കൂടുതലായിട്ടുള്ള ആ ഒരു വെള്ളങ്ങളൊക്കെ പൊട്ടി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റ് ആവും. അതായത് നമ്മൾ ആ ഒരു അളവുണ്ടല്ലോ അതിനൊന്ന് അതൊന്ന് കുറഞ്ഞ്, അതായത് ഈ ഇൻഗ്രീഡിയന്റ് ഇങ്ങനെ മുങ്ങിക്കെടുക്കാൻ മാത്രമാവും അതിലെ കഷായം വരിക കേട്ടോ. അതാണ് അതിന്റെ ഒരു പാകം. അതായത് കൂടുതലുള്ള വെള്ളമല്ലേ, ഇൻഗ്രീഡിയന്റ് മുകളിൽ നിന്നിരുന്ന വെള്ളം അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി നേരെ നമ്മൾ ഇൻഗ്രീഡിയന്റിന് ഒപ്പം നിൽക്കും വെള്ളം. അതായത് അങ്ങനെ ആ ഒരു രീതിയിലാക്കും കഷായം ആവും. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷമാണ് ഇതിൽ എണ്ണ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കാച്ചെടുക്കേണ്ടത്. അപ്പൊ എനിക്കിവിടെ ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ നേരെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ സിസം ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണയോ അതുപോലെ ബദാം ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ പകുതി നമ്മുടെ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ പകുതി ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യണത് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഞാനിത് ബോഡിയിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എള്ളെണ്ണ ആഡ് ചെയ്യുമ്പോൾ നല്ല മോയ്സ്ചറൈസിങ് ഫീലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. എസ്പെഷ്യലി എൻ്റെ ബോഡി കുറച്ച് ഡ്രൈ ആണ്, കൈയും കാലും കൈമുട്ടും
കാൽമുട്ടൊക്കെ ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര നല്ലതാണ് ഈ ഒരു ജിഞ്ചലി, അതായത് നമ്മുടെ എന്താ പറയാ എള്ളെണ്ണ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒഴിക്കുന്നത് പകുതി വെളിച്ചെണ്ണയും കൂടിയാണ് ആഡ് ചെയ്യണം. അപ്പൊ രണ്ടും കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞത് കഷായം തണുത്തതിന് ശേഷം എണ്ണ ആഡ് ചെയ്യുക. ഞാൻ പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എനിക്ക് ക്ഷമ കുറവുള്ളത് കൊണ്ടും എനിക്ക് വേഗം എണ്ണ പ്രിപ്പയർ ചെയ്ത് നേരെ ഇല്ലാത്തത് കൊണ്ടും ഞാനിത് ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ജസ്റ്റ് ഒന്ന് നമ്മുടെ കഷായം ഒന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് വീണ്ടും നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ സിസമോ, അതായത് നമ്മുടെ എള്ളെണ്ണ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇത് പതയും. എള്ളെണ്ണ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പതയിൽ കൂടുതലാവും. അപ്പൊ ഈ പത മാറില്ല. പക്ഷെ നമ്മളൊരു 10-15 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക 10 മിനിറ്റ്. അതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പൊ നോർമലായിട്ട് അങ്ങനെ വെക്കാനൊക്കെ അത് വെക്കുമ്പോൾ പതൊക്കെ മാറി. ഞാനിവിടെ 150 ml ആണ് ടോട്ടൽ വെളിച്ചെണ്ണ, അതായത് നമ്മുടെ എള്ളെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിത് ഇത്രയുമാണ് നമുക്ക് എണ്ണ കിട്ടിയത്. ഇനി നമുക്കിത് തുണിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു അരിപ്പ് വെച്ചിട്ടോ നമുക്ക് അരിച്ചത് ഇതുപോലെ ബോട്ടിലേക്ക് ആക്കാം. അപ്പൊ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഗോൾഡ് കളറാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നമുക്ക് ബോഡിയിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് രാത്രി കിടക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാലോ കുറച്ചും കൂടി സ്കിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ബോഡി മോയ്സ്ചറൈസിങ് ലോഷനും കൂടി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ 2 ടീസ്പൂൺ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബോഡി മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. കാരണം രാത്രി എണ്ണ പറ്റി കിടക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും. മേലൊക്കെ നമ്മൾ എണ്ണ പറ്റി വന്നു ശരിയാവില്ല, ഉറക്കേ വരില്ല എണ്ണയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ മേത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ക്രീം പ്രിപ്പയർ ചെയ്യാം. അതായത് ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ് ക്രീം ബേസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ അലോവേര ജെല്ല് ഈ 2 ടീസ്പൂൺ എണ്ണയിലേക്ക് ഒരു 2 വലിയ സ്പൂൺ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്യുക. മിക്സിങ് നന്നായിട്ട് വേണം. നമുക്ക് വേണം ഒരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോ ക്യാമറ ഞാൻ തന്നെയാണ് പിടിക്കണേ, മിക്സിങ് ഞാൻ തന്നെയാണ് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ജസ്റ്റ് എന്തായാലും നമ്മളിത് പ്രിപ്പയർ ചെയ്യാണ്, നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് വീഡിയോ ആക്കി കാണിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ട്രൈപോഡും ഇല്ല ഒന്നുമില്ല, കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാം. പെട്ടെന്ന് വന്നൊരു ഓർമ്മയാണ് വീഡിയോ എടുത്തെങ്കിലോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പിന്നെ ഞാൻ ലാസ്റ്റ് ചേട്ടനെ വിളിച്ചു, കാരണം ഇത് ഒറ്റയ്ക്ക് കൊണ്ട് മിക്സ് ചെയ്ത് ശരിയാവില്ല. അപ്പൊ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതൊന്ന് പിടിച്ചു തരുമോ ഞാൻ ക്യാമറ ഒന്ന്. അപ്പൊ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ആള് പിന്നെ പിന്നെ കാട്ടുന്നുണ്ട്, ആൾ പിടിച്ചു അങ്ങനെ. അപ്പൊ പിന്നെ 2 കൊണ്ട് നമുക്ക് ചെയ്യാലോ. അപ്പൊ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം. ശരിക്കും ഒരു ബീറ്റർ എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ നല്ല പതഞ്ഞു വരും. ശരിക്കും നല്ല തിക്ക് മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ പോലെ നമുക്ക് കിട്ടും. ബട്ടർ ബോഡി ലോഷൻ പോലെയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ. ശരിക്കും ആ കൺസിസ്റ്റൻസി ശരിയാവും. പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ചേട്ടൻ്റെ ക്യാമറ കൊടുത്തിട്ട് ചേട്ടനെ എനിക്ക് ക്യാമറ വീഡിയോ എടുത്ത് തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുമ്പോഴേ കുറച്ചും കൂടി ആ ഒരു ബലത്തിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും ഇതൊരു നല്ല തിക്ക് ക്രീം ആവും. എന്നിട്ട് നമുക്കിതൊരു ബോട്ടിലേക്ക് നമ്മളിത് സൂക്ഷിക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് ഒറ്റ ബോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഉറങ്ങണതിന്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ കിടക്കാൻ നേരത്തെ അത് എടുത്തിട്ട് പരട്ടി കൈമകാലൊക്കെ പരട്ടി കിടന്ന കൈകാലൊക്കെ നല്ല മോയ്സ്ചറൈസ് ഒപ്പം തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് ആ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ എണ്ണ ഇവിടെ ഉണ്ട്, നമുക്ക് കുളിക്കണേ മുന്നേ അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു പാത്രം എടുത്ത് നിറച്ച് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കിട്ടിയിട്ടോ ക്രീം പ്രിപ്പയർ ചെയ്തിട്ട്. ഈ ഒരു കളർ തന്നെയാട്ടോ, ഇതില് വേറൊരു കളർ വ്യത്യാസമില്ല. ഈ ഒരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നമുക്ക് ഇത്രയ്ക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്കിനി വേണമെങ്കിൽ കൂടുതൽ അളവിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഒരു ക്വാണ്ടിറ്റി, അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോണേക്കാൾ മുന്നേ നമുക്ക് കയ്യിലും കാലിലും നമ്മുടെ ബോഡിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യാം. ഞാൻ ഫേസിൽ യൂസ് ചെയ്യണില്ല, കാരണം ഫേസിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഡാർക്ക് സ്പോട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അങ്ങനെ എന്താ പറയുക, ബോഡിയിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഡബിൾ കളറായിട്ടൊക്കെ എനിക്ക് തോന്നാറ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറലായിട്ട് നമുക്കൊരു സ്കിൻ ഓയിലായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഒരു നമുക്കിങ്ങനെ വരാതിരിക്കാനും, നമുക്കിങ്ങനെ അതായത് ടാൻ വരാതിരിക്കാനും, നമുക്കൊരു കരിവാളി പഠിക്കാതിരിക്കാനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ രാത്രിയിൽ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഞാനിത് ഒരു ക്രീം പോലെയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് രാത്രി നമ്മൾ എന്താ പറയുക, എണ്ണ പുരട്ടിക്കെടുക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ, ഭയങ്കര അസ്വസ്ഥത തോന്നും, ഇങ്ങനെ കൊട്ടണ മാതിരിയൊക്കെ. അപ്പം നമുക്ക് അതിൽ നിന്നൊരു കുറച്ചെടുത്തിട്ട് നമുക്കൊരു ക്രീം ബേസിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. നമുക്ക് അതിൻ്റെ ഗുണവും കിട്ടും, നമുക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് ഫീലും കിട്ടും. ഇത് കണ്ടില്ലേ? അപ്പം ഞാൻ ഇങ്ങനെയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു മെത്തേഡാണ്, പിന്നെ നല്ല റിസൾട്ട് ഉള്ളതാണ്. ചുമ്മാ വന്നിട്ടൊരു എന്തൊക്കെയോ ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ എന്തൊരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടുവന്നതല്ല. ഇത് നോർമലായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാം, എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഇത് അത്രയും സ്കിന്നിന് ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഇത് പൗഡറായിട്ട്, ഫേസ് പാക്ക് ആയിട്ടും സിറങ്ങളായിട്ടും ഒക്കെ നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യണതുമാണ് ഇതിൻ്റെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ.
അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലെ സ്കിൻ ഓയിലൊക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാനിത് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇതിൽ തോന്നുകയാണോ കൊള്ളാലോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി അപ്ലൈ ചെയ്ത് കാണിക്കണില്ല, നമുക്കറിയണമല്ലോ. ജസ്റ്റ് 2 ഡ്രോപ്പ് എടുക്കുക, നമ്മുടെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റിസൾട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടല്ല. ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചല്ലേ പ്രിപ്പയർ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിറം ബോട്ടിൽ, അതായത് നമുക്കിങ്ങനെ ഡ്രോപ്പറുള്ള ബോട്ടിൽ ഇട്ടത് കുറേ അധികം ഇങ്ങനെ എടുത്ത് കോരൊഴിച്ച് ചിലവാക്കാനുള്ളതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഒരു 5-6 ഡ്രോപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ വേറെ വേസ്റ്റ് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അളവ് കൂടുതലായിട്ടും വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചൊരു 100 ml ഒക്കെ ചെയ്താൽ മതിയാവും. ഓക്കെ. പിന്നെ കുറേ നേരം ഇത് കാച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോക്ക് ചെയ്തില്ലെങ്കിൽ അതിന് എക്സ്ട്രായിട്ട് ഇറങ്ങാനും കുറച്ച് സമയം എടുക്കും. എപ്പോഴും സോക്ക് ചെയ്ത് നമ്മൾ കഷായം പോലെ ആക്കി അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് ചെയ്യാൻ നല്ലത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സമയക്കുറവ് കൊണ്ടും എനിക്ക് കുറച്ച് ക്ഷമ കുറവുള്ളത് കൊണ്ടും കഷായം ചൂടാറിയിട്ടല്ല ഈ എണ്ണ ആഡ് ചെയ്തിട്ടുള്ളത്. തീ കുറച്ച് വെച്ച് കഷായത്തിൻ്റെ താളൊക്കെ നിന്നതിന് ശേഷമാണ് എണ്ണകൾ ആഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കഷായം തിളച്ച് ഏകദേശം വറ്റിച്ചൊരു അതിൻ്റെ ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ആ ഒരു ലെവലാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കഷായം നമ്മൾ തണുക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ആഡ് ചെയ്തിട്ട് വീണ്ടും കാച്ചെടുക്കുക. അതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ളത് കൊണ്ടും പിന്നെ കുറച്ച് ക്ഷമക്കുറവുള്ളത് കൊണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്രീം നമുക്ക് കുളി കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ആയിട്ടോ. പിന്നെ ഫേസിൽ ഒരിക്കലും ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യണില്ല, ബോഡിയിലേക്ക് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു സ്വന്തം പ്രിപ്പറേഷനാണ്, അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും നിർബന്ധിക്കണില്ല. നിങ്ങൾക്ക് കൊള്ളാലോ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് തുടങ്ങിയിട്ട് മുതിർന്നവർക്കൊക്കെ ഭയങ്കര നല്ലത്. എസ്പെഷ്യലി നമുക്ക് മെച്ചുവേർഡ് സ്കിന്നിൽ, അതായത് 40+ ഒക്കെ കഴിഞ്ഞവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ആ ഒരു ഏജിലാണ് നമുക്ക് ഈ ഒരു സൈഡിൽ കരിമങ്കലും പിഗ്മെൻറ്റേഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരിക. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് ഓയിലും കൂടിയിട്ടാണ്. നിങ്ങൾക്ക് 2-3 ഡ്രോപ്പ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫേസിലും കൂടിയിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അതിന് വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് അവർക്കാണ് കൂടുതൽ ഈ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ കൂടുതൽ കാണാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യം എടുത്ത് പറഞ്ഞു മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.